ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഹനുമതേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതീ ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തി നാഥേ. ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. ഇത് രാമായണ മാസമാണ്. എല്ലാവരും രാമായണമൊക്കെ വായിക്കുന്നുണ്ടാവും. അപ്പം അതിൻ്റെ കൂടെ ചില തത്വങ്ങൾ നമുക്ക് കുറച്ചും കൂടി ഗഹനമായി ഒന്ന് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, എങ്ങനെ അത് കണക്ട് ചെയ്ത് നമ്മളുടെ അഭ്യാസത്തിൽ നമ്മളുടെ പ്രാക്ടീസസിൽ എങ്ങനെ അത് കൊണ്ടുവന്നിട്ട് പ്രയോജനം ഉണ്ടാക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം രാമായണ മാസം, കർക്കിടക മാസം, അപ്പോൾ ഒരു വർഷത്തിൽ ഒരു 30 ദിവസം ഒരു കർക്കിടക മാസം എന്ന് പറഞ്ഞ് ആ മാസത്തിൽ രാമായണ മാസമാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ ആചാര്യന്മാർ. നമ്മുടെ സംസ്കാരത്തിലുള്ള ഒരു ഭാഗമാണിത്, ഹിന്ദുമത സംസ്കാരത്തിലുള്ള ഒരു ഭാഗമാണിത് നമ്മുടെ കേരളത്തിലുള്ള. അപ്പോൾ ഇത് എന്തിനു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണക്കാരായ ഗൃഹസ്ഥന്മാർക്ക് ഒരുപക്ഷെ സംസ്കൃതം വായിച്ച് പഠിക്കാനൊന്നുള്ള ജ്ഞാനമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ ഉപനിഷത്തുക്കളുടെ പൊരുൾ മുഴുവൻ അടക്കി വെച്ചിരിക്കുകയാണ് ഈ രാമായണം എന്ന ഈ ഗ്രന്ഥത്തിൽ. നമ്മുടെ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ ഉപനിഷത്ത് ജ്ഞാനം മുഴുവൻ വളരെ സിംപ്ലിഫൈഡായി നമുക്ക് സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും നമുക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാസക്കാലം രാമനാമം ജപിക്കുന്നതും ഈ അതേ സമയത്ത് തന്നെ രാമായണം വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഓരോ ഭാഗത്തും എത്ര വലിയ ജ്ഞാനമാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ചില ഭാഗങ്ങളിൽ എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അത്ഭുതം തോന്നും നമുക്ക്. അത് എങ്ങനെ ഭഗവത്ഗീതയുള്ള ജ്ഞാനവുമായിട്ട് കണക്റ്റഡ് ആവുന്നു, എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് കാണാം. നമ്മൾ ചിലർ പറയും രാമഭക്തനാണ് ഞാൻ, അല്ലെങ്കിൽ ശിവഭക്തനാണ്, എനിക്ക് ബാക്കിയൊന്നും വേണ്ട. പലപ്പോഴും ചിലരൊക്കെ അങ്ങനെ പറയുന്നത് കേൾക്കാം, എനിക്ക് ബാക്കിയുള്ളവരുമായിട്ടൊന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല,
ഞാൻ കൃഷ്ണഭക്തനാണ്, അല്ലെ കൃഷ്ണഭക്തിയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വിഭജനത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് കാണാം, നമ്മളിപ്പോൾ ചൊല്ലിയ ശ്ലോകം എന്ന് പറഞ്ഞത് പാർവതി ദേവി ചോദിക്കുകയാണ് ശിവഭഗവാന്റെ അടുത്ത്, രാമചരിതം പറഞ്ഞു തരൂ സ്വാമി എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയുകയാണ്, എത്ര പ്രിയത്തോടു കൂടി അത് കേട്ടപ്പോഴേക്കും ഭഗവാന് അത് പറയാനുള്ള ഒരു സന്തോഷമാണ് ഈ കാണിക്കുന്നത്. നീ ചോദിച്ചല്ലോ എന്നോട്, നിന്നോളം ഭക്തി മറ്റാർക്കും ഇല്ല പ്രിയേ, ഇങ്ങനെ പറഞ്ഞ് ദേവിയെ എൻകറേജ് ചെയ്ത് അത് അഭിനന്ദിച്ചുകൊണ്ട് ആണ് തുടങ്ങുന്നത്. അപ്പം രാമായണം കേൾക്കണം, വായിക്കണം എന്നൊക്കെ തോന്നുന്നത് തന്നെ പൂർവജന്മ സുഹൃതം ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഹനുമാൻ സ്വാമി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്, ഇങ്ങനെ ദേവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമിൻ്റെ ഗുണഗണങ്ങൾ. ഒരു ഭക്തന് വേണ്ട ഗുണം എന്താണ്, യഥാർത്ഥത്തിൽ ഒരു ഭക്തൻ എന്ന പദം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഒരു ഭക്തനാവാൻ വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ, എലിജിബിലിറ്റി എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണ് ഈ ഹനുമാൻ. അപ്പോൾ അത് എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽ പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു, സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലീ, നിന്നിലും എന്നിലുമുണ്ടെല്ലാ നേരവുമിവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിനാഥേ, തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിനാഥേ, ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലും ഒരു നേരം ആശയുമില്ലയല്ലോ, ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലും ഒരു നേരമാശയുമില്ലയല്ലോ, നിർമ്മലാത്മജ്ഞാനത്തിനിവൻ പാത്രമത്രേ, നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ, കൽമഷമിവനേതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ. ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, ഹനുമാൻ സ്വാമിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. ഇവന് സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടില്ലേ ഹനുമാനെ. അതൊരു അഭിമാനത്തോടു കൂടിയാണ് തൻ്റെ പ്രിയപ്പെട്ട ഭക്തനെ കുറിച്ച് സംസാരിക്കുന്നത് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ ചോദിക്കുകയാണ്, കണ്ടില്ലേ ഹനുമാൻ ഇരിക്കുന്നത് കണ്ടില്ലേ, അവന് ആത്മജ്ഞാനത്തെ സന്തതം ധന്യേ സദാ എന്നിലും നിന്നിലുമുള്ള ഭക്തി മാത്രമേ ഇവൻ്റെ ഹൃദയത്തിലുള്ളൂ. ഭക്തിയുടെ പാരമ്യതയിൽ നമ്മളെ ഏറ്റവും ഭക്തന്മാർ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന ആളുകളിൽ ഉള്ള ഒരാളാണ് ഹനുമാൻ സ്വാമി. ഭക്തൻ എന്ന് പറയുന്നൊരു ഉത്തമ ഉദാഹരണം. സദാ നമ്മളിപ്പോൾ ചില ഫോട്ടോയിലൊക്കെ കണ്ടില്ല, ഇങ്ങനെ ഹൃദയം തുറന്നു പിടിച്ചിട്ട് ഹൃദയത്തിൻ്റെ ഷേപ്പിൽ അതിനുള്ളിൽ ഭഗവാനും ദേവിയും ഇരിക്കുന്നത്, ശ്രീരാമചന്ദ്ര സ്വാമിയും സീതാദേവിയും ഇരിക്കുന്ന ഒരു ചിത്രമൊക്കെ നമ്മൾ കാണാറില്ലേ. അതിലൊക്കെ ഉള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിലാണ് ശ്രീരാമ ഭഗവാൻ ഇരിക്കുന്നത്. അത് ഒരു ദശരഥ നന്ദനായി ജനിച്ച് മരിച്ച ആ മനുഷ്യനായി എടുത്ത രൂപത്തെക്കുറിച്ചല്ല പറയുന്നത്. ഒരിക്കലും നശിക്കാതെ ജനിക്കാത്ത മരിക്കാത്ത ആ പരമാത്മ സ്വരൂപത്തെ നമ്മൾ ഓരോരുത്തരും അതാണ്. നമ്മുടെ സ്വരൂപത്തെക്കുറിച്ചാണ് രാമൻ എന്ന പദം കൊണ്ട് ഇവിടെ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ മുഴുവൻ കാണാം. അജൻ, അദ്വയൻ, ആത്മസ്വരൂപൻ, പരമാത്മാ, അദ്വയൻ, ഇങ്ങനെ വർണ്ണനയിൽ മുഴുവൻ ബ്രഹ്മത്തിൻ്റെ വർണ്ണനയാണ് അത് അവിടെ കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ പറയാണ്, ഹനുമാന് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, സദാ
പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലും ഒരു നേരവും ആശയില്ല. അതാണ്. അപ്പോൾ എന്താണ് സത്യസാക്ഷാത്കാരത്തിനുള്ള എലിജിബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സ് നിറയെ പല 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 ആശകളും വെച്ച് നമ്മൾ ഭഗവാനെ ഭജിക്കാൻ പോയി, എനിക്ക് ജ്ഞാനം തരൂ, എനിക്ക് ജ്ഞാനം തരൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് നമ്മൾ ഇത്രയുള്ളൊരു പാത്രം കൊണ്ടാണ് പോകുന്നത്. ആ പാത്രത്തിൽ നിറയെ ഉണ്ട്, ഭഗവാനൊന്നും അതിലേക്ക് ഒഴിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ എന്തു പറയുന്നത്, നമ്മളത് കാലിയാക്കി വെച്ച് ഒരു ഗുരുവിൻ്റെ അടുത്ത് സമീപിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈവൻ രാമായണം പഠിക്കാനിരിക്കുമ്പോൾ, നമ്മൾ വായിക്കാൻ, നമ്മൾ മനസ്സ് മുഴുവൻ പല പല ചിന്തകളും ആഗ്രഹങ്ങളും ഇതും വെച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് വെച്ചാൽ നമുക്കൊന്നും അത് തലയിലേക്ക് കയറില്ല, ഉള്ളിലേക്ക് കയറില്ല ഒന്നും അതിലുള്ള ജ്ഞാനം. അപ്പോൾ നമ്മൾ മനസ്സ് കാലിയാക്കി വെച്ച് നല്ല ഒരു അറിയണം, ഒരു നമ്മൾ തുറന്ന ഒരു പാത്രമായിട്ട് വേണം ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ. അതെന്താണ്? ആ പാത്രത്തിൽ ഒരൊറ്റ ആഗ്രഹം, പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞ് മറ്റൊരു ആഗ്രഹവും ഹനുമാനില്ല ദേവി. അതുകൊണ്ട് തന്നെ എന്താണ്, ഇവൻ ആത്മജ്ഞാനത്തിന് പാത്രമാണ്, നല്ല പാത്രമാണിത്. ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. നിറഞ്ഞ് റെഡിയായി നിൽക്കുന്ന പാത്രമാണ്. നമ്മൾ പൂക്കളൊക്കെ തേൻ നിറഞ്ഞ് റെഡിയായി നിൽക്കുമ്പോഴാണ് വണ്ടുകളും പൂമ്പാറ്റകളും എല്ലാം അതിൻ്റെ അടുത്തേക്ക് വരിക. അതേപോലെ ഈ ജ്ഞാനം അറിയണം, ഭഗവാനെ വേണം എന്നുള്ള ആഗ്രഹം, അതിൻ്റെ പാരമ്യതയിലെത്തി അതിനു വേണ്ടി എന്തും ത്യജിക്കും എന്നുള്ള ആ ഒരു ലെവൽ ഓഫ് ലോങ്ങിങ്നെസ്സിലാണ് ഭഗവാൻ വരുന്നത്. തീർച്ചയായും വരും. വിളിക്കേണ്ടതുപോലെ വിളിക്കണം എന്ന് മാത്രം. ദേവി അമൃതാനന്ദമായി അമ്മ പറയുന്ന ഒരു വരിയുണ്ട്, നിങ്ങൾ ഗോപികമാരെ വിളിക്കുന്നത് പോലെ ഭഗവാനെ വിളിക്കുന്നില്ല, അതുകൊണ്ടാണ് ഭഗവാൻ വരാത്തത്. ഗോപികമാരെങ്ങനെയാ അവർ ഓടക്കുഴൽ നാദം കേട്ട് കഴിഞ്ഞാൽ അവർ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. അത് അർദ്ധരാത്രിയായിരിക്കും. സകലം വിട്ട് അവർ ആ ഭഗവാനെ മാത്രം ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് അവർ എല്ലാം വിട്ടിറങ്ങി ചെല്ലുകയാണ്. ആ ഒരു ലെവൽ ഓഫ് ഭക്തി എന്ന് വെച്ചാൽ മറ്റുള്ളവരിൽ നിന്നെല്ലാം മനസ്സിനെ എടുത്തു മാറ്റുന്നതും കൂടി ഭക്തിയുടെ വലിയൊരു പാർട്ടാണത്. അപ്പോൾ എന്തൊക്കെയാണോ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്, നമ്മളുടെ വളർച്ചയെ തളർത്തുന്ന ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് തിരിച്ചറിഞ്ഞ് അത് മാറ്റി വെക്കുന്നതും മാറ്റി നിർത്തുന്നതും അതിനെ ഒഴിച്ചു മാറ്റുന്നതും ഭക്തിയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ ആ വൺ പോയിന്റഡ്നെസ്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം ശ്രദ്ധാവാൻ ലഭതേ സർവം, ഭഗവത്ഗീതയിൽ പറയുന്ന വരി. അപ്പോൾ ആ ശ്രദ്ധ വരണമെങ്കിൽ ഭക്തിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശ്രദ്ധ. അപ്പോൾ ഇവിടെ ഹനുമാൻ സ്വാമിക്കുള്ളത് എന്താണ്? ആ ശ്രദ്ധയാണുള്ളത്. ശ്രദ്ധ. ഭഗവാനെ മാത്രം മതി, പരമാത്മജ്ഞാനം മാത്രം മതി, എനിക്ക് ഭഗവാനെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രം മതി, വേറെ ഒരു ആഗ്രഹവും ഇല്ല. അത് തന്നെയാണ് ഇവിടെ പറയുന്നില്ലേ, ഇദ്ദേഹം നിത്യബ്രഹ്മചാരികളിൽ മുമ്പനല്ലോ. എന്താണ് ബ്രഹ്മചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രഹ്മത്തിൽ ചരിക്കുന്നവൻ, ബ്രഹ്മജ്ഞാനം മാത്രം ആഗ്രഹിച്ച് ബ്രഹ്മജ്ഞാനം മാത്രം ധ്യാനിച്ചുകൊണ്ട് ജീവിതം തന്നെ അതിനു വേണ്ടിയുള്ള ഒരു വ്രതമായിട്ട് ജീവിക്കുന്ന ആള്, അതാണ് ബ്രഹ്മചാരി എന്നുള്ളത്. എന്നിട്ട് യഥാർത്ഥത്തിലുള്ള അർത്ഥം ഇനി അത് പലതരത്തിലാക്കിയിട്ടും എടുക്കാം. സിലബസ്, അങ്ങനെ പ്രാക്ടീസ്, അതെല്ലാം അതിലേക്ക് എടുക്കാം. അതെല്ലാം എന്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും? പക്ഷേ ലക്ഷ്യം, ഒരേ ഒരു ലക്ഷ്യം മാത്രം, ഭഗവാനെ അറിയണം, ഭഗവാനെ മാത്രം മതി എനിക്ക് എന്ന് അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു പ്രാർത്ഥന വെച്ച് അതിനെ സഹായിക്കാത്ത ആ ലക്ഷ്യം എന്തായി മാറും? ധർമ്മമായി മാറുന്നു. അപ്പോൾ ആ ധർമ്മത്തിനെ സഹായിക്കാത്ത കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തുകയാണ്. അവിടെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ഹനുമാൻ സ്വാമിനെ കുറിച്ച് പറയുകയാണ്, എന്തൊരു ശ്രദ്ധയാണ്. ഹനുമാൻ സ്വാമിനെ പറ്റി പറയുകയാണെങ്കിൽ ശ്രദ്ധ, എന്നിലും നിന്നിലുള്ള ഭക്തി മാത്രമേ ഇവനുള്ളൂ. ഒരു കാര്യം എന്ന് വെച്ചാൽ മനസ്സ് മുഴുവനും ഭഗവാനാണ്, ഭക്തിയാണ്. അപ്പോൾ ഭക്തി ക്വാളിഫിക്കേഷൻ്റെ ഒരു ഈ ആത്മജ്ഞാനത്തിന് വേണ്ട പാത്രത ലഭിക്കാനുള്ള ക്വാളിഫിക്കേഷൻസിൽ ഒരെണ്ണമായിട്ടാണ് ഒന്ന് ഭക്തി, ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാത്ത ഭക്തി. ആ ഭക്തി ഒന്നാമത്തത്. രണ്ടാമത്തത് വൺ പോയിന്റ് ശ്രദ്ധ.
ആ ഭക്തി ഉണ്ടാകുമ്പോൾ എന്ത് വരും? ശ്രദ്ധ വരും. മറ്റുള്ള ഈ ഭക്തിയെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ശ്രദ്ധ മാറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റി നിർത്തുന്നു. അത് ഇതിൻ്റെ മറ്റൊരു ഭാഗമാണിത്. ആ ശ്രദ്ധ വേണം. ശ്രദ്ധ കഴിഞ്ഞ് പിന്നെ പറയുന്നത് ഒറ്റ ആഗ്രഹം, അൾട്ടിമേറ്റ് ആയിട്ട് ഒരൊറ്റ ആഗ്രഹം ഇവനുള്ളൂ. എന്താണ് പറയുന്നത്? ഈ ആൾക്ക് ഒരു ഒറ്റ കാര്യം വേണ്ടു, പരമാത്മജ്ഞാനം മാത്രമേ ഇവൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് മൂന്നും നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും ശ്രീരാമചന്ദ്രൻ ദേവൻ, പരമാത്മ സ്വരൂപനായ ശ്രീരാമചന്ദ്ര ദേവൻ നമ്മുടെ ഹൃദയത്തിൽ തെളിഞ്ഞു പ്രകാശിക്കും എന്നുള്ളതാണ് രാമായണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലും ഒരു നേരം ആശയുമില്ലയല്ലോ. നിർമ്മല ആത്മജ്ഞാനത്തിനിവൻ പാത്രമത്രേ. നിർമ്മമൻ നിത്യബ്രഹ്മചാരികളിൽ മുമ്പനല്ലോ. നിർമ്മമൻ, മമത ഇല്ലാത്തവൻ. അപ്പം മമത, ഞാൻ എൻ്റെത് എന്നുള്ളത് എങ്ങനെ വരും? ഞാൻ ഭഗവാനിൽ നിന്ന് വ്യത്യസ്തനാണ്, ഈ ശരീരമാണ് ഞാൻ എന്നുള്ള ആ തെറ്റിദ്ധാരണയാണ് മമത. അവിടെയാണ് മമത തുടങ്ങുന്നത്. ഇനി ഞാൻ എന്നത് ഈ ശരീരമാണെന്ന് തെറ്റിദ്ധരിച്ച് ഈ ശരീരവുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും എൻ്റെ, മമത എൻ്റെത്, ഞാൻ എൻ്റെത്. അപ്പോൾ ഇത് ഇല്ലാണ്ടാക്കാൻ എന്താണ് ഒരൊറ്റ വഴി? അതിനുള്ള വഴി അവിടെ തന്നെ ഉണ്ട്, ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉണ്ട്. ഞാൻ ഈ ശരീരം അല്ല എന്നുള്ളത് ഉറച്ചു വിശ്വസിക്കുക. എങ്ങനെ വിശ്വസിക്കും? നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുള്ളതും ഭഗവാൻ ഗീതയിൽ പറഞ്ഞു തന്നിട്ടുള്ളതും രാമായണത്തിൽ നമ്മൾ വായിക്കുന്നതും എല്ലാം ആയിട്ടുള്ള അജൻ എന്നുള്ള ആ ഒരു പദം, അത് നമ്മൾ ഓരോരുത്തരുമാണ്. ജനിക്കാത്ത ആ വസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. നമ്മൾ ഓരോരുത്തരും അതാണ്. ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ പുറത്തു നിന്നായിട്ടുള്ളൊരു അങ്ങനെയൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ അതൊന്നും യഥാർത്ഥത്തിലില്ല. ഇവിടെ ഒരേ ഒരു വസ്തു മാത്രമേ ഉള്ളൂ. അത് സർവ വസ്തുക്കളുമായിട്ട് കാണപ്പെടുന്നു, എപ്പിയർ ചെയ്യുന്നു. അതിന് ഉദാഹരണം എന്താ പറയുന്നത്? സ്വർണം കൊണ്ട് നമ്മൾ പല ആഭരണങ്ങളും ഉണ്ടാക്കും, അല്ലേ? സ്വർണം കൊണ്ട് നമ്മൾ മാല ഉണ്ടാക്കും, വള ഉണ്ടാക്കും, കമ്മലുണ്ടാവും. അപ്പം നമ്മൾ വള, കമ്മൽ, മാല എന്നൊക്കെ അതിനെ നാമങ്ങൾ വെച്ചിരിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിലുള്ള വസ്തു എന്താണ്? സ്വർണം. നമ്മൾ സ്വർണ്ണക്കടയിൽ കയറിയെന്ന് വിചാരിക്കും. നമ്മളിങ്ങനെ നോക്കുകയാണ് പല പല ഡിസൈനുകൾ. എന്നിട്ട് നമ്മളിങ്ങനെ ആ വള എടുക്കുക, ആ മാല എടുക്കുക, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ അവിടെ ഉള്ളത് എന്താണ് ശരിക്കും? ഒരു സ്വർണ്ണ കച്ചവടക്കാരന് എന്താണ് അവിടെ ഉള്ളത്? സ്വർണം മാത്രം. അവിടെ അത് പല രൂപത്തിൽ ഇരിക്കുന്നതായിട്ട്, ചില്ലുകൂട്ടുകളിൽ ഇരിക്കുന്നതായിട്ട് കാണും, അല്ലേ? അതേപോലെ ഒരു ബ്രഹ്മജ്ഞാനി കാണുന്നതിലെല്ലാം വ്യവഹാര രംഗത്ത് അദ്ദേഹം എങ്ങനെ വേണോ ഇടപെട്ടോട്ടെ, പക്ഷെ ഉള്ളിൽ അദ്ദേഹത്തിന് വ്യക്തമായിട്ടറിയാം ഈ കാണുന്നത് മുഴുവൻ ഒരേ ഒരു വസ്തു മാത്രമേ ഉള്ളൂ. അതാണ് ഈ രൂപങ്ങളായിട്ട് കുറച്ച് സമയം വന്നു പോയി പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലീലയാണിത് എന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ട്. അപ്പോൾ ഈ എഴുത്തച്ഛനൊക്കെ ശരിക്കും മഹാപണ്ഡിതനായ ആത്മജ്ഞാനിയായിട്ടുള്ള ഒരു കവിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ എഴുതി വച്ചിരിക്കുന്ന ഓരോ സ്ഥലങ്ങളിലായി ഒരു സാധകന് വേണ്ട ഉപയോഗപ്രദമായിട്ടുള്ള പല പോയിന്റ്സും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ രാമായണം എന്ന് പറയുന്നത് കർക്കിടക മാസത്തിൽ മാത്രം ഒതുക്കി നിർത്താതെ രാമായണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം എന്നുള്ളതാണ് കാണാൻ പറ്റുക. നമുക്ക് അങ്ങനെ ചെയ്തു നോക്കൂ. ഞങ്ങൾ ഒരു പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടാണ് പറയുന്നത്. വളരെ ഏതൊക്കെ തരത്തിലും നമ്മളെ അത് ഗുണം ചെയ്യുന്ന വർണ്ണിക്കാൻ പറ്റില്ല. അത്രയ്ക്കും ജ്ഞാനം ഫിൽഡായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് രാമായണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗം, ഈ ആത്മജ്ഞാനത്തിനും പാത്രത വേണ്ടത് എങ്ങനെയാണെന്നുള്ളത് വർണ്ണിക്കുന്ന ഈ ഭാഗം തീർച്ചയായും നിങ്ങൾ വായിക്കുമ്പോൾ, രാമായണം വായിക്കുമ്പോൾ ഈ ഒരു ബോധത്തോടു കൂടി അതൊന്ന് കോൺഷ്യസ് ആയിട്ടൊന്ന് വായിച്ചു നോക്കണം. അപ്പോൾ അതിനുള്ള ഫുൾ ബെനിഫിറ്റും കിട്ടും. ഓം നമോ നാരായണായ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ
ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ഓം നമോ